പവനമുക്താസനം. പവനന് മുക്തി നൽകുന്ന ഒരാസനമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് തന്നെ പവനമുക്താസനമാണ്. വയറ് സംബന്ധമായ പ്രയാസമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ആസനം വളരെയധികം പ്രയോജനം ചെയ്യും. ചെയ്യുന്ന രീതി, നമ്മൾ പവനമുക്താസനം കാല് പകുതി വരെ ഉയർത്തുക, ശ്വാസം എടുത്തുകൊണ്ട്. ഇനി കാൽമുട്ട് മടക്കിയിട്ട് കൈകൊണ്ട് കോർത്ത് പിടിക്കുക. എന്നിട്ട് തല അല്പം ഉയർത്തി താടി ടച്ച് ചെയ്യുക. കാലിൽ വിരൽ താഴോട്ട് താന്നിരിക്കും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തുക, കൈ താഴ്ത്തി വെക്കുക, തല താഴ്ത്തുക. ഇനി അവിടുന്ന് ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ താഴ്ത്തുക. ഇനി ഇടത് കാല് ഇതുപോലെ ശ്വാസം എടുക്കുക, 1. ഇനി കയ്യിൽ കാൽമുട്ട് മടക്കുക, 2. ശ്വാസം വിട്ടുകൊണ്ടാണ്, 3. ശ്വാസം എടുക്കുക, 4. ഇത് പവനമുക്താസനം. നമുക്ക് ഏതൊരു ആസനത്തിലും ആ സ്ഥിതിയിലെത്തിക്കഴിഞ്ഞാൽ, ഒരാസനത്തിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് പവനമുക്താസനം അങ്ങനെയും ഒന്ന് പരിശീലിക്കാം. 1. വലത് കാല്, 2. കാൽമുട്ട് പിടിക്കുക, കാൽമുട്ടിൻ്റെ താഴെ അവിടുന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക കുറച്ച് നേരം. അപ്പോൾ നമുക്ക് നല്ല സുഖം തോന്നും, നല്ല ശാന്തത തോന്നും. ഇനി ശ്വാസം എടുത്തുകൊണ്ട് 3, 4. അപ്പോൾ ഈ രീതിയിൽ നമുക്കിത് ആസനം ചെയ്യാം. ഇപ്പം നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ആ ആസനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക. വളരെ നല്ല, വയറിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു ആസനമാണ്. പക്ഷേ ഈ ഒരു ആസനം ചെയ്യുമ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, നമുക്ക് കഴുത്ത് വേദനയൊക്കെ ഉണ്ട് എങ്കിൽ തല ഉയർത്താതെ ചെയ്യണം. തല ഉയർത്താതെ എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ, ഒന്ന് ഇടത് കാലൊന്ന് ചെയ്യും, 1, 2. അപ്പോൾ കാല് കെട്ടാന്തോളം താഴ്ത്തിക്കൊണ്ടുവരും, നെഞ്ചിനോടടുത്ത് വരും. അപ്പോൾ തല തീരെ ഉയരുന്നില്ല. നല്ല കടുത്ത നടുവേദന ഉള്ളവരും കഴുത്ത് വേദന ഉള്ളവരും ഇങ്ങനെ ചെയ്താൽ മതി. ഇനി മെല്ലെ 3, 4. വീണ്ടും വിശ്രമാസത്തിലേക്ക് തന്നെ വരിക. അപ്പോൾ കാല് വിട്ട് വെക്കുക, കൈപ്പത്തി മലർത്തി കണ്ണടച്ച് വെക്കുക. ഒരു അല്പസമയം ഇതേ അവസ്ഥയിൽ തന്നെ നല്ല വിശ്രമം കിട്ടുന്നതായി അറിയുക.